മേഖലകളിലും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ കുറവാണെങ്കിൽ പോലും ആ കുറവുള്ള പ്രവർത്തനം എക്കാലഘട്ടങ്ങളിലും നിലനിർത്തുവാൻ, എക്കാലഘട്ടങ്ങളിലും അത് സ്ഥിരപ്പെടുത്തുവാൻ എങ്ങനെയൊക്കെ നമ്മൾ ഏതൊക്കെ ചര്യകൾ പഠിച്ചുവോ, ഏതൊക്കെ ജീവിതചര്യകൾ പഠിച്ചുവോ, ഏതൊക്കെ നമ്മൾ ഗ്രഹിച്ചുവോ അത് എക്കാലഘട്ടങ്ങളിലും നിലനിർത്തുക വളരെ കുറവാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പോലും എന്നും അത് നിലനിർത്താനുള്ളൊരു താല്പര്യമായിരിക്കണം നമ്മളുണ്ടായിരിക്കേണ്ടത്. അബ്ദുറഹ്മാൻ ഇബ്നു യസീദ് അൻ അബ്ദുല്ലാഹ് ഖാല അൽ ഖസ്ദു ഫി സുന്നത്തി ഖൈർ മിനൽ ഇജ്തിഹാദി ഫിൽ ബിദ്അ. ബിദ്അത്തിൽ കഠിനാധ്വാനം ചെയ്തതിനേക്കാൾ സുന്നത്തിൽ മിതത്വം പാലിക്കലാണ് നല്ലത് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്, സ്വഹാബത്തുൽ കിറാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ബിദ്അത്തുകൾ ഒരുപാട് ചെയ്തതിനേക്കാൾ ചെയ്യുന്ന സുന്നത്ത് വളരെ കുറവാണെങ്കിൽ പോലും അത് എക്കാലഘട്ടങ്ങളിലും നിലനിർത്താനായിരിക്കണം വിശ്വാസികളായ ആളുകൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് പഠിക്കാനും നമ്മുടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനും ഒരുപാട് വഴികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സ്വർഗത്തിലേക്ക് വിശ്വാസികളായ ആളുകൾക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ഒരുപാട് മാതൃകകൾ പ്രവാചകന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. കാരണം വിശ്വാസികളുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും അവർ ചെയ്യേണ്ട, പ്രവർത്തിക്കേണ്ട, അനുവർത്തിക്കേണ്ട, സ്വീകരിക്കേണ്ട ഓരോ മേഖലകളെക്കുറിച്ച്, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നരകത്തിലേക്ക് പ്രവേശിക്കുന്ന, നരകത്തിലേക്ക് കടന്നു പോകുന്ന എല്ലാ മാർഗങ്ങളെക്കുറിച്ചും അതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒന്നും വിട്ടേച്ചു പോയില്ല. അതുകൊണ്ട് വിശ്വാസികളായ ആളുകൾ നമ്മൾ പഠിക്കുന്ന നന്മകൾ ഭാര്യയോട്, മക്കളോട്, മാതാവിനോട്, പിതാവിനോട്, കുടുംബത്തോട്, സ്നേഹബാധനങ്ങളോട് പറയാനും പഠിപ്പിക്കാനും അവരേക്ക് ആ നന്മകളെ ചൊരിഞ്ഞു കൊടുക്കാനും അത് പരസ്പരം കൈമാറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സ്നേഹത്തോടെ, ഐക്യത്തോടെ അത് പറഞ്ഞും പഠിപ്പിച്ചും ആ നന്മയിലൂടെ ജീവിക്കാനായിരിക്കണം വിശ്വാസികളായ ആളുകൾ ശ്രദ്ധിക്കേണ്ടത്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനായി വിശ്വാസികൾക്ക് പഠിപ്പിച്ച എത്രയോ നന്മകൾ നോക്കൂ നിങ്ങൾ. പ്രവാചകൻ സ്വർഗത്തെ പരിചയപ്പെടുത്തിയ ഹദീസ് മഹാനായ സഹൽ ഇബ്നു സഈദ് അസ്-സഈദി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുകയാണ്. സ്വർഗത്തിന്റെ മനോഹാരിതയും സ്വർഗത്തിന്റെ ഭംഗിയും സ്വർഗത്തിൻ്റെതായ കാഴ്ചകളെക്കുറിച്ചും നമ്മുടെ കണ്ണുകൾ കൊണ്ട് ഒരിക്കലും വർണ്ണിക്കാൻ കഴിയില്ല, കാതുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു നാവുകൾ കൊണ്ട് പറഞ്ഞാലോ സാഹിത്യങ്ങൾ കൊണ്ട് അതിനെ സങ്കല്പിച്ചാലോ പറഞ്ഞാലോ ഒരിക്കലും അത് ഉപമിക്കാൻ കഴിയില്ല. നോക്കൂ, സ്വഹാബത്ത് പറയുകയാണ്, ശഹീദ് മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മജ്ലിസൻ വസഫ ഫിൽ ജന്ന ഹത്താ ഇൻതഹാ. ഞാൻ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിൽ ഒരിക്കൽ സന്നിഹിതനായി. പ്രവാചകൻ സ്വർഗ്ഗത്തെക്കുറിച്ച് വർണ്ണിച്ചിരുന്ന ഒരു സദസ്സായിരുന്നു ആ സദസ്സ്. ആ സദസ്സിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുകയുണ്ടായി. അങ്ങനെ സുമ്മ ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ആഖിരി ഹദീസി, പ്രവാചകന്റെ ഹത്താ ഇൻതഹാ, പ്രവാചകന്റെ ആ സംസാരം അവസാനിച്ചതിന് ശേഷം, അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സംസാരത്തിന്റെ മർമ്മപ്രധാനമായ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അവിടുന്ന് അവസാനത്തിൽ ഇങ്ങനെ പറയുകയാ, എന്ത്? ഫീഹാ മാ ലാ ഐനുൻ റഅത് വലാ ഉദ്നുൻ സമീഅത് വലാ ഖതറ അലാ ഖൽബിൻ ബശർ. ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയങ്ങൾ കൊണ്ടും ഒരിക്കലും ഭാവനയിൽ കൊണ്ടുവരാൻ കഴിയാത്ത ഒരു ഭവനമുണ്ട്. അല്ലെങ്കിൽ സ്വർഗത്തെ കുറിച്ചാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിക്കുന്നത്. സ്വർഗം എന്ന് പറഞ്ഞാൽ ഒരാൾക്കും ഒരു വിധേയനെയും ഉപമിക്കാൻ കഴിയില്ല, അത്രത്തോളം മനോഹാരിത നിറഞ്ഞതാണ്. പിന്നെയോ സ്വർഗത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാം, മൗളിഉ സൗത്തിൻ ഫിൽ ജന്ന ഖൈറു മിന ദുനിയ വമാ ഫീഹാ. സ്വർഗത്തിൽ ഒരു ചാട്ട വെക്കാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിനേക്കാളും അതിലുള്ളതിനേക്കാളും മുഴുവനും ഉത്തമമാണ് എന്നാണ് സ്വർഗത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. അതുകൊണ്ട് വിശ്വാസികളായ ആളുകൾ അവരുടെ ജീവിതത്തിൽ ഈ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ, ഈ സ്വർഗത്തിന്റെ മനോഹാരിതകളെക്കുറിച്ച് ഗ്രഹിച്ചുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് സ്വർഗമായിരിക്കണം അവരുടെ ലക്ഷ്യം. അവരുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏത് പ്രവർത്തനമാവട്ടെ, ഏത് അമലുകളാവട്ടെ, ഏത് കർമ്മങ്ങളാവട്ടെ, ഏത് സംസാരമാകട്ടെ, എല്ലാം അവരുടെ ലക്ഷ്യമൊന്നായിരിക്കണം, സ്വർഗമായിരിക്കണം. ഇഹലോകത്തിലെ നൈമിഷികമായ ജീവിതമല്ല. ഇഹലോകത്തിലെ ജീവിതം എപ്പോഴാണ് അവസാനിപ്പിച്ചുകൊണ്ട് തിരിച്ചു പോകേണ്ടവർ എന്ന് ഒരിക്കലും അറിയില്ല. എപ്പോഴും അവസാനിച്ചേക്കാം. ഇഹലോക ജീവിതം എന്നത് ഏത് സന്ദർഭത്തിലും എപ്പോഴാണ് മരണം നമ്മിലേക്ക് കടന്നു വരിക എന്ന് ഒരു മനസ്സിനും ഒരു ശരീരത്തിനും ഒരു നാവിനും ഒരു കാതുകൾക്കും ഒരിക്കലും പറയാൻ കഴിയില്ല. അല്ലാഹുവിന്റെ തീരുമാനമാണത്. അതുകൊണ്ട് വിശ്വാസികളായ ആളുകൾ അവരുടെ ജീവിതത്തിൽ ഈ സ്വർഗത്തെ
ലക്ഷ്യമാക്കിയിട്ട് നരകത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാനും സ്വർഗത്തെ ലക്ഷ്യമായിട്ട് ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള നന്മകളെക്കുറിച്ച് അന്വേഷിക്കുവാനും പഠിക്കുവാനുമായിരിക്കണം അവർ ശ്രദ്ധിക്കേണ്ടത്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. ഫിൽ ജന്നതി സമാനിയതു അബ്വാബ്, സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട്. ആ ഫീഹാ ബാബുൻ യുസമ്മ റയ്യാൻ ലാ യദ്ഖുലു ഇല്ല സ്വായിമൂൻ, അതിൽ റയ്യാൻ എന്ന് പറയുന്ന ഒരു കവാടമുണ്ട്. നോമ്പുകാരല്ലാതെ ഒരാളും ആ കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. സ്വർഗത്തിന്റെ കവാടങ്ങൾ